ഹലോ, ഇന്ന് ഞാൻ പോകുന്നത് യൂറോപ്പിലെ ആദ്യത്തെ പെപ്പ പിഗ് പാർക്കിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജർമ്മനിയിലെ ഗ്യൂൻസ്ബർഗിലെ പെപ്പ പിഗ് പാർക്കിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. സ്റ്റുട്ട്ഗാർട്ടിൽ നിന്നും ഈ ഒരു പെപ്പ പിഗ് പാർക്കിലേക്ക് ഏകദേശം 3 മണിക്കൂർ. ഈ ഒരു പെപ്പ പിഗ് പാർക്കിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ലീഗോലാൻഡും. ഈ ഒരു ലീഗോലാൻഡിൽ നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പം കയറാവേ. ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് പെപ്പ പിഗ് പാർക്കിലേക്ക് പോകാനാണ്. ഈ ഒരു പെപ്പ പിഗ് പാർക്ക് ജർമ്മനിയിൽ 2024 കൺസ്ട്രക്ട് ചെയ്തത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പറ്റിയ രീതിയിലുള്ള റൈഡുകളാണ് അതിൻ്റെ അകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് നേരെ പെപ്പ പിഗ് പാർക്കിലേക്ക് പോകാവേ. ഞങ്ങളിപ്പം ടിക്കറ്റൊക്കെ കാണിച്ച് അകത്ത് കയറിയേ. ഇവിടെ ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ ഓൺലൈൻ വഴി തന്നെ ടിക്കറ്റ് എടുക്കണേ. അതായിരിക്കും കുറച്ചും കൂടി റേറ്റ് കുറവ്. ഇവിടെ അവരുടെ ഷോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നും എത്ര മണിക്കാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ വന്നപ്പം തന്നെ നമ്മുടെ പെപ്പ പിഗ് അവിടെ നിൽപ്പുണ്ടേ. എല്ലാവരും അതിനെ മീറ്റ് ചെയ്യാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. അപ്പം നമുക്ക് നിൽക്കാം. Sollen sich auf die Bühne holen? Sehr gut, dann rufen wir alle zusammen nach. Hallo Peppa! Das seid ihr alle. Ich habe überall nach euch gesucht. Und jetzt hast du uns gefunden, Peppa. Das ist ein Riesenspaß bestimmt. Schön, dass ihr da seid. Macht euch bereit. Und denkt, wir sind so weit, also kommt, los geht's! Es ist so schön, dass ihr alle da seid. Nach 3 ruft ihr alle Peppa eure Namen so laut wie möglich zu. Seid ihr bereit? Ja!
1, 2, 3. Ja, so viele neue Freunde, Peppa. Es kann ziemlich schwer sein, neue Freunde zu treffen, sich an alle Namen zu erinnern. Einiges ist lang und es könnte euch helfen, dieses Lied zu singen. Lara, Bong, Mary, Bing, lass uns gemeinsam singen. Bong, Bing, Boo, Bing, Bong, Bing, Bing, Bong, Bing, Bong, Bong, Bing, Boo, Bing, Bong, Bing, Bing, Bong, Bing, Bong. Es ist leichter jetzt, mit den Namen als Lied und andere. Ich helfe Charlie. Ich lese das toll. Ihr macht das alle toll. Oh, ihr macht das alle toll. Du auch, Peppa. Sehr gut. Also einmal wieder ausschütteln. Und die Hände nach unten. Und los. Dann zu beginnen. Es gibt noch so viel mehr zu sehen, zu noch mehr Shows und Fahrten gehen auf die Plätze. Fertig, los, wir sagen Tschüss, wir hoffen, dass ihr den Tag genießt. Los, genießt den Tag, wir sind. ആ ഒരു പെപ്പാപ്പി കാർട്ടൂണിലുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് പെപ്പാപ്പിക്കിന്റെ വീട്ടിലേക്കാണ്. കണ്ടോ, അതിന്റെ ആ ഒരു വീടിന്റെ മോഡലാണ് കേട്ടോ ഇവിടെ കാണിച്ചേക്കുന്നത്. ആ ഉള്ളിലുള്ള ഒരു സോഫയും അതേപോലെ തന്നെ അവരുടെ ആ ഒരു ഫോട്ടോ ഫ്രെയിമും അവരുടെ കിച്ചണും എല്ലാം ഇതിൻ്റെ അകത്ത് ഒരു ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ടേ. ഞങ്ങളപ്പം ഈ ഒരു റൈഡിൽ കയറിയിട്ട് വരാവേ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ റൈഡ് കഴിഞ്ഞിറങ്ങി. അവിടെ നമ്മുടെ ഫോട്ടോസ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഹാർഡ് കോപ്പി വാങ്ങിക്കാം. ഇത് പെപ്പാപ്പിക്കിന്റെ ടെന്റ് ആണ് കാണിച്ചേക്കുന്നത്. ഈ ഒരു പെപ്പാപ്പിക് പാർക്കിന്റെ ഉള്ളിൽ തന്നെ ഒരു റെസ്റ്റോറന്റും ഉണ്ട്. നമുക്ക് ഈ കീനോയിൽ ഒന്ന് കയറി നോക്കാവേ. ഇതിന്റെ ഉള്ളില് പെപ്പാപ്പിക് കാർട്ടൂൺ ആണ് കേട്ടോ കാണിക്കുന്നത്. ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഇറങ്ങി. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പും ഉണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഫുള്ള് പെപ്പാപ്പിക് കാർട്ടൂൺ റിലേറ്റ് ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഉള്ളത്. കുറെ ടോയ്സും അതുപോലെ പെപ്പാപ്പിക്കിന്റെ ഫോട്ടോ ഉള്ള ഡ്രസ്സും ക്യാപ്പും അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള.
ഇനി അടുത്തതായിട്ട് പോകുന്നത് പെപ്പാപ്പിക്ക് പ്ലേ സോണിലേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് സാൻഡാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് കുട്ടികൾക്ക് കളിക്കാം. ഇനിയിപ്പം അടുത്തതായിട്ട് കയറിയേക്കുന്നത് പെപ്പാപ്പിഗ് ലീഗോലാൻഡ് ഏരിയയിലേക്കാണ്. ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഒരു വാട്ടർ പാർക്കാണ്. നമ്മൾ മറ്റേ സാൻഡിലൊക്കെ കളിച്ച ടൈമിൽ ഇവിടെ ഡാഡി പിഗ് വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. നമുക്ക് പക്ഷെ ഡാഡി പിഗിനെ കാണാൻ പറ്റിയില്ല. ഇപ്പൊ എന്തേ ജോർജും പെപ്പാ പിഗും ആണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ ഇപ്പൊ ഒരു ഷോ നടക്കുന്നുണ്ടേ. ഇപ്പൊ ഏകദേശം ഒരു 3 മണി ആയപ്പോഴേക്കും മമ്മി പിഗും ബേബിയും വന്നിട്ടുണ്ട്. നമ്മളിപ്പോ അതിനെ മീറ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തേ. ഈ ഒരു പെപ്പാ പിഗ് പാർക്ക് തേഴ്സ്ഡേ ടു സൺഡേ ഓപ്പൺ ആയിരിക്കും. രാവിലെ 9:30 തൊട്ട് വൈകുന്നേരം 4:30 വരെയാണ് ഇതിന്റെ ഓപ്പണിംഗ് ടൈം. ഇനി അടുത്ത പോർഷൻ ഓമാ പിഗിന്റെ ഗാർഡൻ ആണ്. നമ്മളിപ്പോ ഇനി ഈ ഒരു റൈഡിലെല്ലാം ഒന്നുകൂടി ഒന്ന് കയറാൻ പോവുകയാണ്. നമുക്ക് എത്ര വട്ടം വേണേലും ഈ റൈഡിലൊക്കെ കയറാം. അതെല്ലാം ആ ഒരു ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആണ്. ഈ ഒരു പാർക്ക് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം ചെറിയ കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റുന്ന ചെറിയ ചെറിയ റൈഡുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു പാർക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.